ഇതാണ് കുറുക്കഞ്ചേരി ശ്രീ മഹേശ്വര ക്ഷേത്രം. കുറുക്കഞ്ചേരിയുടെ ലാൻഡ്മാർക്കായ ഈ അമ്പലത്തിൻ്റെ വിശേഷങ്ങളുടെ തന്നെ ഇന്നത്തെ കുറുക്കഞ്ചേരി കഥകൾ തുടങ്ങാം. നമസ്കാരം, താമര ടോക്സിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ എൻ്റെ ബാല്യത്തിലെ കുറച്ച് കുറുക്കഞ്ചേരി ഓർമ്മകളാണ് പങ്കുവയ്ക്കാൻ പോകുന്നത്. ആക്ച്വലി ഒരു 10 വയസ്സ് വരെയുള്ള ബാല്യകാല സ്മരണകളിൽ മാത്രമേ കുറുക്കഞ്ചേരി നിലനിൽക്കുന്നുള്ളൂ. അതിനുശേഷം പിന്നീട് ബോർഡിങ്ങും ഹോസ്റ്റലും പിന്നെ കല്യാണത്തോടു കൂടി വരുന്ന സ്ഥലം മാറ്റങ്ങളും ഒക്കെ കാരണം കുറുക്കഞ്ചേരി ഓർമ്മകൾ കാര്യമായിട്ടൊന്നുമില്ല. എങ്കിലും ഉള്ള ഓർമ്മകൾ മറക്കുന്നതിന് മുമ്പ് എവിടെയെങ്കിലും ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. വർഷങ്ങളായി ഞാൻ കുറുക്കഞ്ചേരിയിൽ ഒരു സന്ദർശക മാത്രമാണ്. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ അവിടെ റോഡ് പണി കാരണം ആ ഫ്രണ്ട് ഭാഗം മുഴുവൻ, അതായത് അമ്പലത്തിൻ്റെ മുൻപിലുള്ള ആ റോഡ് മുഴുവൻ ബ്ലോക്കായിരുന്നു. അപ്പം അതുവഴി നടന്നു പോയപ്പോൾ വാഹനങ്ങളുടെ ശല്യങ്ങളൊന്നും അല്ലെങ്കിൽ തിരക്കുകളൊന്നും ഇല്ലാതിരുന്നു കൊണ്ട് ഞാൻ കുറച്ച് വീഡിയോ എടുത്തു. ആ വീഡിയോ തന്നെ റിപ്പീറ്റഡായി കാണിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലുള്ള സകല കാര്യങ്ങളും വിശദീകരിക്കുന്നത്. കാരണം അവിടെ സ്ഥിരമായി താമസിക്കാത്തത് കൊണ്ട് തന്നെ നല്ല വീഡിയോസ് കിട്ടാൻ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വീഡിയോയുടെ കാര്യത്തിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുമല്ലോ. നമുക്ക് കുറച്ച് ഓർമ്മകൾ എന്തായാലും പങ്കിടാം. ഞാൻ അവിടെ ചെന്ന് നിന്നപ്പോൾ എൻ്റെ ഓർമ്മകൾ ഞാൻ ഫസ്റ്റ് പറയുകയാണെങ്കിൽ അമ്പലത്തെ പറ്റിയിട്ട് തന്നെ പറഞ്ഞു തുടങ്ങാം. ഞാൻ പറഞ്ഞല്ലോ, പൂജയ്ക്ക് പുസ്തകങ്ങളൊക്കെ ഞങ്ങൾ അവിടെയാണ് വെച്ചിരുന്നത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ആ ഒരു കല്യാണ ഓഡിറ്റോറിയം ഉണ്ടല്ലോ, അവിടെയാണ് ഒരുപാട് കല്യാണങ്ങൾ കൂടിയിട്ടുണ്ട്. എൻ്റെതടക്കം അവിടെ തന്നെയായിരുന്നു. പിന്നെ അവിടെ ഒരു SN കോളേജ് ഉണ്ട് എന്നറിയാം. അവിടെ ഉണ്ടായിരുന്നൊരു വേണുഗോപാൽ മാഷിനെ ഓർമ്മയുണ്ട്. എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമല്ല, പക്ഷെ ഒരു ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഉണ്ടായിരുന്നു, യൂറിക്കയുടെ ക്ലബ്ബൊക്കെ ഉണ്ടായിരുന്നു. അതിൽ അവിടെയുള്ള ഒരു സുരേന്ദ്രേട്ടനും ഈ വേണുഗോപാൽ മാഷും വളരെ ആക്റ്റീവായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരെ കുറിച്ചുള്ള ഒരു ഓർമ്മയുണ്ട്. പിന്നീട് ഞാൻ നോക്കുമ്പോഴേ ഒരു അമൃത മെഡിക്കൽസ് ഉണ്ടായിരുന്നു അവിടെ. ഇപ്പോൾ വേറെന്തോ ഒരു ഫാർമസി എന്നാണ് അവിടെ പേരുള്ളത്. ആ ഒരു കോർണറിലായിട്ട്, അതായത് വടൂക്കര റോഡ് തിരിയുന്ന ആ കോർണറിലാണ് ഉള്ള ഒരു കടയായിട്ട് അമൃത മെഡിക്കൽസ് കുറേ കൊല്ലം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ബാല്യത്തിൽ അത് എസൻ സ്റ്റോഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റേഷനറി കടയായിരുന്നു. എസൻ സ്റ്റോഴ്സ് എന്ന് പറയുന്നത് ഹരിദാസേട്ടൻ്റെ കടയായിരുന്നു. ഹരിദാസേട്ടന് 2 ആൺമക്കളുണ്ടായിരുന്നു. ഒന്ന് ഹർഷേട്ടനും ഒന്ന് മോഹനേട്ടനും, കണ്ണട വെച്ചിട്ടൊരു മോഹനേട്ടനും. അപ്പൊ ഇവരാണ് മിക്കപ്പോഴും കടയിലുണ്ടാവുക. അപ്പൊ ഞാൻ ചെറുപ്പത്തില് ഈ പൂമ്പാറ്റയും ബാലരമയും അമർ ചിത്രകഥയൊക്കെ സ്ഥിരമായിട്ട് ഈ കടയിൽ നിന്നാണ് വാങ്ങിക്കുക. അപ്പോൾ ഒന്നുകിൽ അച്ഛൻ വാങ്ങിച്ചുകൊണ്ടുവരും. ഇനി അച്ഛനെങ്ങാനും മറന്നോ അത് കിട്ടാൻ ലേറ്റ് ആവാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ തന്നെ പോയിട്ട്, നമുക്കറിയാലോ ഏത് ഡേറ്റിനാണിത് പുതിയ ലക്കം വരികയെന്ന്, അപ്പോൾ ഉടനെ പോയിട്ട് അവിടെ നിന്ന് വാങ്ങിക്കും. ഒരു ദിവസം ഞാൻ അവിടെ പോയപ്പോൾ ഹർഷേട്ടൻ ഭയങ്കര തിരക്കിലാണ്. കട നിറച്ചും ആൾക്കാരാണ്. ഒന്നാമത്തെ കാര്യം തന്നെ അന്നെന്ന് പറഞ്ഞാൽ ബുക്കുകളും മാഗസിനുകളും അങ്ങനത്തെ ഈ വാരികകളൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നുണ്ടാവും. 2 സൈഡും ക്ലിപ്പ് ചെയ്ത് ഇങ്ങനെ മാല പോലെ. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പിലൂടെയാണ് നമ്മൾ കടയിലേക്ക് കിടക്കാൻ. ഇത് അമ്പലത്തിന്റെ മുന്നൊന്നും ഒരു എൻട്രൻസ് ഉണ്ട്. പിന്നെ അതേപോലെ ഇപ്പുറത്തെ സൈഡിൽ ആ വടൂക്കര റോഡൊന്നും ഈ കട, ഇത് കോർണറിലുള്ള കടയാണല്ലോ, അവിടെ നിന്നും ഒരു എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കൽ ഞാൻ പോകുമ്പോൾ കട നിറച്ച ആൾക്കാരാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, അവരൊന്നും പറഞ്ഞയക്കാതെ, അവർക്കൊന്നും സാധനങ്ങൾ കൊടുക്കാതെ ചെറിയ കുട്ടിയായി എനിക്ക് തരാൻ പോകുന്നില്ല. അപ്പൊ എനിക്ക് ക്ഷമയില്ലാണ്ടായപ്പോ ഞാൻ അവിടെ ഉണ്ടായിരുന്ന അമർ ചിത്രകഥ എടുത്ത് വായിക്കാൻ തുടങ്ങി. വായിച്ച് ഒരു എന്താ പറയുക, ഒരു 10 പേജ് എത്തിയിട്ടുണ്ടാവും. അപ്പോഴാണ് ഹർഷേട്ടൻ ഒന്ന് ഫ്രീ ആയത്. അപ്പൊ അത് ഞാൻ വായിച്ചിരുന്നപ്പോ ഹർഷേട്ടൻ എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങി. മതിടി വായിച്ചത്, നീ പൈസ തന്നിട്ട് ബാക്കി വായിച്ചാൽ മതി എന്ന് പറഞ്ഞു. തമാശക്ക് പറഞ്ഞതാവും. ഹർഷേട്ടൻ അറിയാം എന്തായാലും ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കൊണ്ട് പോകുന്നതാണ്. അങ്ങനെ പക്ഷെ എനിക്ക് ആകെ ഒരു നാണക്കേടായിട്ട് ഞാൻ നിന്നു. എന്നിട്ട് പിന്നെ ഞാൻ പൈസ കൊടുത്ത് ഞാൻ അത് വാങ്ങിച്ചിട്ട് പോയി. പക്ഷെ ക്ഷമയില്ലേ, അത് അത്രയും ആൾക്കാർ പോണ വരെ വെയിറ്റ് ചെയ്ത് വാങ്ങിച്ച് വീട്ടിലെത്തിയിട്ട് വായിക്കാനുള്ള ക്ഷമയൊന്നുമില്ല. അത്രയും ഇംപേഷ്യൻ്റ് ആയിട്ടാണ് ഓരോ കഥാപുസ്തകങ്ങൾക്കും നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പൊ അവിടെയാണെങ്കിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ ഈ 2 വശത്ത് തൂക്കിയിട്ടുള്ള ബുക്കുകൾ എന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിൽ നിറച്ച് മനോരമയും മംഗളവും നാന, പിന്നെ എന്തൊരു കേരള ശബ്ദം, പിന്നെ അങ്ങനെ ഇങ്ങനെ കുറച്ച് വൃത്തികെട്ട ചിത്രങ്ങളോട് കൂടിയ ചില ബുക്കുകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളൊന്ന് ഓട്ടക്കണ്ണിട്ട് നോക്കും, ഇതെന്താ ചിത്രമാണപ്പാന്നുള്ള രീതിയിൽ. അങ്ങനെ എത്ര ഒരു
ഒരു 100 കണക്കിന് വെറൈറ്റി ആണെന്ന് തോന്നുന്നുണ്ട്. അത്രയും ബുക്കുകളാണ് ആ സമയത്തൊക്കെ അന്ന് അവിടെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അതുമാത്രമല്ല, നമ്മൾ പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഞാൻ 3ലും 4ലും ഒക്കെ എത്തിയപ്പോൾ എൻ്റെ പെൻസിൽ ബോക്സ്, വാട്ടർ ബോട്ടില്, പിന്നെ അന്നൊരു അലുമിനിയത്തിൻ്റെ ഒരു സ്കൂളിലേക്ക് കൊണ്ടുവന്ന ഒരു പെട്ടി ഉണ്ടായിരുന്നു, ഒരു അലുമിനിയം ബോക്സ്, പിന്നെ റെയിൻ കോട്ട്, കൊട, പിന്നെ അല്ലെങ്കിൽ സ്കൂൾ ബാഗ്. 5ലും ഒക്കെ എത്തിയപ്പോൾ 5ഉം 6ലൊക്കെ സ്കൂൾ ബാഗാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ എസൻസ് സ്റ്റോഴ്സിനാണ് സ്ഥിരമായിട്ട് വാങ്ങിച്ചിരുന്നത് കേട്ടോ. പിന്നെ അതേപോലെ ഷാർപ്പനർ, നമ്മൾ അന്ന് കട്ടർ എന്ന് വിളിച്ചിരുന്ന ഷാർപ്പനർ, സ്കെയില്, പിന്നെ ചില ഫാൻസി സ്ലേറ്റുകൾ, ഇതൊക്കെ അന്ന് അവിടെ നിന്ന് വാങ്ങിച്ചിരുന്നു. എസൻസ് സ്റ്റോഴ്സിൽ വെച്ചിട്ട് ഞാനേ ഒരു ജോസ് എന്ന് പേരുള്ള ഒരു ചേട്ടനെ കണ്ടിരുന്നു. പുള്ളി എപ്പോഴും ഒരു ട്രാൻസ്പെറൻറ്റ് ബ്ലാക്ക് ഷർട്ടാണ് ഇടുക. പിന്നെ വലിയൊരു ഒറ്റ ഫ്ലവറിൻ്റെ ചിത്രമുള്ള പണ്ടത്തെ ഒരു ഗൾഫ് ലുങ്കികൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പൂക്കളുടെ ചിത്രമുള്ള ലുങ്കികളൊക്കെ കൊടുക്കും. മാല ഉണ്ടാവും, പിന്നെ കണ്ണെഴുതും, നന്നായിട്ട് പുരിക എഴുതും, ഇങ്ങനെ കുടുങ്ങിയാ നടന്നിരുന്നത്. ആ ചേട്ടനെ പെണ്ണ് ജോസ് എന്നാണ് അത്ര ആൾക്കാരെ വിളിച്ചിരുന്നത്. അപ്പൊ എനിക്ക് ഞാൻ മിക്കപ്പോഴും എസൻസ് സ്റ്റോഴ്സിൽ പോകുമ്പോൾ ഈ ചേട്ടൻ അവിടെ ഉണ്ടാവും. അപ്പൊ എനിക്ക് ഭയങ്കര പേടിയ പുള്ളിയെ കാണുമ്പോൾ. കാരണം ഇതെന്താ ഈ ആളിങ്ങനെയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്നാണെങ്കിലും നമുക്കറിയാം അല്ലേ, നമുക്ക് അറിയാം ട്രാൻസ്ജെൻഡേഴ്സിനെ നമ്മൾ തീർച്ചയായിട്ടും കുറച്ചും കൂടെ ഒരു നമ്മളിലൊരാളായി കണക്കാക്കി സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഒക്കെ നമ്മൾ കുറച്ചും കൂടി അവരെ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അന്നത്തെ കാലത്ത് ഞാൻ കണ്ടിട്ടുള്ള ഏക ഒരാള് ഈ ജോസേട്ടനായിരുന്നു. അപ്പൊ എനിക്ക് വലിയ പേടിയായിരുന്നു. പിന്നീട് ഞാൻ അവിടുന്ന് പോയിട്ട് തിരിച്ചു വന്നതിന് ശേഷം ഞാൻ പിന്നെ പുള്ളിനെ കണ്ടിട്ടേ ഇല്ല. പിന്നെ ആരോ പറഞ്ഞ് ഈ ജോസേട്ടൻ മരിച്ചു എന്ന് അറിഞ്ഞു. പിന്നെ ഇതിന്റെ അപ്പുറത്ത് ഷൈൻ ജ്വല്ലറി ഒന്നും അന്നുണ്ടായിരുന്നില്ല. എനിക്കതിനൊരു ഓർമ്മ വരുന്നില്ല. എൻ്റെ ഓർമ്മയില് ഇത് എസൻസ് സ്റ്റോഴ്സ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓർത്തിരിക്കുന്ന കാര്യം എന്തെങ്കിലും ഉണ്ടായിരിക്കാം. പക്ഷെ എൻ്റെ ഓർമ്മയിലുള്ളത് അന്നത്തെ ധന്യ ഹോട്ടലാണ്. ഒരു രവിയേട്ടൻ ഉണ്ടായിരുന്നു, ധന്യ രവി എന്നാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെട്ടിരുന്നത്. രവിയേട്ടന്റെ മൂത്ത മകള് സംഗീത വിശ്വനാഥ് ഇടുക്കിയിൽ നിന്ന് ലോകസഭയിലേക്ക് ഇപ്പൊ മത്സരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അറിഞ്ഞു. ധന്യ ഹോട്ടലിൽ ഉണ്ടായിരുന്നു ഓർമ്മയുണ്ട്. പക്ഷെ അവിടെയൊന്നും ഞാൻ ഒരിക്കലും പോയിട്ടില്ല. പിന്നെ എലൈറ്റിൻ്റെക്കുള്ള എൻട്രൻസ് ആണ്. എലൈറ്റ് ഹോസ്പിറ്റലിലേക്കുള്ള എൻട്രൻസ് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തൊരു മധുരിമ ഹോട്ടൽ ഉണ്ടായിരുന്നു. മധുരിമ ഹോട്ടലും എനിക്ക് തീരെ മറക്കാൻ പറ്റാത്തതാണ്. കാരണം ഞങ്ങൾ ചെറുപ്പത്തില് ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മധുരിമ ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയത്. സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞാല് ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് പിന്നീ കൂടെ പോകുന്നതാണ് മധുരിമയിലേക്ക് ഏറ്റവും എളുപ്പം. ഫ്രണ്ടിൽ കൂടെ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ബാക്കിലൂടെ എലൈറ്റിന്റെ സൈഡിലാണ് മധുരിമ ഹോട്ടൽ ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ ബാക്കിലൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആ മധുരിമ ഹോട്ടലിന്റെ ഉടമസ്ഥന്റെ ഭാര്യയായിട്ടുള്ള ഒരു വെളുത്ത് വലിയൊരു ചേച്ചി ഉണ്ടായിരുന്നു. പേര് എനിക്ക് ഓർമ്മയില്ല. അവരുടെ ഉടമസ്ഥന്റെ പേര് ചന്ദ്രൻ എന്നോ മറ്റോ ആയിരുന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ അവർക്ക് കുറച്ച് ആൺകുട്ടികൾ ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അവരൊക്കെ അവിടെ ഇങ്ങനെ ഓടി നടന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണാം. അവരും കുട്ടികൾ തന്നെയായിരുന്നു. അപ്പോൾ ഈ ചേച്ചി അവിടെ ചിലപ്പോൾ വലിയ വലിയ പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ടാവും. അപ്പൊ ഞാനവിടെ ബാക്കിൽ പോയിട്ടാണ് പറയാ മസാല ദോശ വേണം അല്ലെങ്കിൽ നെയ് റോസ്റ്റ് വേണം എന്ന് പറയുമ്പോൾ അവരതിൻ്റെ ഉള്ളിലേക്ക് പറയും. എന്നിട്ട് അത് പൊതിഞ്ഞിട്ട് ബാക്കിലേക്ക് തന്നെ കൊടുന്നിരും. അങ്ങനെ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഏറ്റവും ആദ്യമായിട്ട് പോയിട്ട് വാങ്ങിച്ചത് കേട്ടോ. അന്നത്തെ വില എന്തായിരുന്നു എന്നറിയൂ? 70 രൂപ നെയ് റോസ്റ്റിനും, 70 പൈസ നെയ് റോസ്റ്റിനും, 90 പൈസ മസാല ദോശയ്ക്കും. അപ്പോൾ അത് പിന്നീട് കൂടിയിട്ട് ഏറ്റവും അവസാനമായിട്ട് ഞാൻ പറഞ്ഞു 10 വയസ്സ് വരെയുള്ള ഓർമ്മകളേ ഉള്ളൂന്ന്. അവസാനമായിട്ട് ഞാനത് കഴിക്കുമ്പോഴേക്കും അത് എത്രയാ, ഒരു 3 രൂപയും 4 രൂപയോ അങ്ങനെ 5 രൂപയിൽ താഴെ തന്നെയാണ്. അതുവരയ്ക്കൊക്കെ അതിന്റെ റേറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സ്നേഹ മെഡിക്കൽസിന്റെ ഓപ്പോസിറ്റിലുള്ള കോർണറിൽ ഇപ്പോൾ ഫ്രൂട്ട് ഷോപ്പാണല്ലോ ഉള്ളത്. അതിന്റെ ബാക്കിൽ പഴയൊരു 2 നില വീടുണ്ടായിരുന്നു. ഇപ്പോഴും അത് എന്തോ ഉണ്ട് തോന്നുന്നു, ആൾതാമസമൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. അവിടെയാണ് അങ്ങനെ എപ്പോഴും ജുബിട്ട് നടന്നിരുന്ന ഒരു ത്യാഗരാജൻ എന്ന് പറഞ്ഞൊരു ത്യാഗേട്ടൻ താമസിച്ചിരുന്നു. പുള്ളി ഇടയ്ക്കിടയ്ക്ക് വീട്ടിലൊക്കെ വന്നിരുന്നു. എനിക്ക് ആ ത്യാഗേട്ടനെ നല്ല ഓർമ്മയുണ്ട്. എൻ്റെ അച്ഛൻ്റെ ഒക്കെ ഒരു പ്രായത്തിലുള്ള ഒരു ആളായിരുന്നു.
പിന്നെ നമ്മുടെ ഈ അന്ന് എസൻസ് സ്റ്റോഴ്സ് കഴിഞ്ഞ പിന്നെ നെക്സ്റ്റ് കട എന്ന് പറയുന്നത് തുഷാര ടൈലേഴ്സ് ആണ്. മോഹനേട്ടൻ്റെ അന്നത്തെ ഒരു പ്രധാന ടൈലറിങ് ഷോപ്പായിരുന്നു ഈ തുഷാര ടൈലേഴ്സ്. പിന്നെ തുഷാരയുടെ തൊട്ടപ്പുറത്ത് ഒരു സായിവിൻ്റെ കടയുണ്ടായിരുന്നു. സായിവിൻ്റെ മകനാണ് എപ്പോഴും കടയിലുണ്ടാവുക. അപ്പോൾ പച്ചക്കറിയും ഗ്രോസറിയും ഒക്കെ പലചരക്ക് സാധനങ്ങളൊക്കെ അവിടെ നിന്നാണ് വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാനും പോവാറുണ്ട്. ഒരു അത്യാവശ്യമൊക്കെ വരുമ്പോൾ ഞാനും പോയിട്ട് വേപ്പിലയും അത് ഇതൊക്കെ വാങ്ങിച്ചിരുന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് അവിടെ നിന്ന്. അപ്പോൾ അവരിങ്ങനെ ഒരു കടലാസിൽ ഇങ്ങനെ അത് ഇങ്ങനെ കോണാക്കിയിട്ട് കടലാസ് ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഭാഗം കയ്യിൽ വെച്ചതൊരു കോണാക്കി അതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ ഇട്ടിട്ട് അത് മീതെന്ന് മൂടും. പിന്നെ അതിൻ്റെ കോണിൻ്റെ ഒരു അറ്റ ഉണ്ടാവുമല്ലോ അടിയിൽ, അതും ഒന്ന് അമർത്തിയിട്ട് ഉള്ളിലേക്ക് തിരികിയിട്ട് എന്തോ ശരിയാക്കും. എന്നിട്ടൊരു ചാക്ക് നൂലിൻ്റെ ഒരു കെട്ട് മീതെ തൂക്കിയിട്ടിട്ടുണ്ടാവും. അതിങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ ചാക്കുനൂല് വലിച്ചെടുത്തിട്ട് അങ്ങനെ 5-6 ഇങ്ങനെ ഒരു കെട്ടലൊക്കെ കിട്ടും. കാരണം നമ്മൾ ചെറുപ്പത്തിൽ ഇങ്ങനെ കടകളൊക്കെ ഇട്ട് കളിക്കുമ്പോഴേ നമ്മളതുപോലത്തെ ആക്ഷനൊക്കെയാണ് കാണിക്കുക. ഈ ചാക്കുനൂല് ഇങ്ങനെ വലിച്ചെടുക്കണതും പിന്നെ അതുപോലെ ഇങ്ങനെ കടലാസിന് പൊതിയണ ആക്ഷനുകളൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കളിക്കുമ്പോൾ കുറെ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ നോക്കി നിൽക്കും, ഇവരിങ്ങനെ എന്തൊക്കെയാ അങ്ങനെ ചെയ്യണമെന്നുള്ളത്. പിന്നെ സായിവിൻ്റെ കടയുടെ അപ്പുറത്ത് സ്മൃതി സ്റ്റുഡിയോ പിന്നെ കുറേ വർഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ മോഹനേട്ടൻ്റെ മരണത്തോട് കൂടിയിട്ടാണ് തുഷാര ടൈലേഴ്സ് അടച്ചത്. അതുപോലെ സ്മൃതി സ്റ്റുഡിയോയിലെ ആ ഫോട്ടോഗ്രാഫർ അതും അയ്യോ ഞാൻ അവരുടെ പേര് മറന്നു പെട്ടെന്ന് ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നില്ല. അവരും മരിച്ചതോടു കൂടിയിട്ടാണ് സ്റ്റുഡിയോ അവർ നിർത്തിയത്. അതുവരെ ഈ 2 സ്ഥാപനങ്ങൾ കുറേ വർഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് ആ വടൂക്കര വഴിക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു യൂക്കാലിപ്റ്റസ് മരം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് HMC നഗർ എന്നാണ് അറിയപ്പെടുന്നത്. ആ യൂക്കാലിപ്റ്റസ് മരത്തിൻ്റെ അടുത്ത് കൂടെയുള്ള ആ ഉള്ളിലോട്ടുള്ള വഴി, ആ വഴിയോട് ചേർന്നിട്ടുള്ള കോർണറിൽ വേറൊരു സായിവിൻ്റെ കടയുണ്ടായിരുന്നു. ഒരു കണ്ണടയൊക്കെ വെച്ചിട്ടൊരു സാഹിബ്. ഞാൻ 1-ലും 2-ലും പഠിക്കുന്ന സമയത്ത് അവിടെ നിന്നാണ് ഈ സ്ലേറ്റ് പെൻസിലും പിന്നെ പൊട്ടണ സ്ലേറ്റ് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വാങ്ങിക്കേണ്ടി വരും. കാരണം പൊട്ടണ സ്ലേറ്റിൻ്റെ മരത്തോണ്ടുള്ള ഫ്രെയിമാണ് ഉണ്ടായിരുന്നത്. അത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വീണാൽ അവിടെ ഒരു ചിന്നൽ വീഴും, ചിലപ്പോൾ ഒരു പീസ് പോയിന്ന് വരും. അപ്പോൾ അങ്ങനത്തെ സ്ലേറ്റ് ആകുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ വാങ്ങിക്കേണ്ടി വരും. പിന്നെ ആ സ്ലേറ്റിൽ എഴുതാനുള്ള സ്ലേറ്റ് പെൻസില്, പിന്നെ നല്ല മണമുള്ള ഒരു റബ്ബർ, ഇന്ന് ഇറേസർ എന്നാണ് കുട്ടികളൊക്കെ പറയുക, അന്ന് റബ്ബർ തന്നെയാണ് പറഞ്ഞിരുന്നത്, നല്ല മണമുള്ള. അപ്പം നമ്മൾ അത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഇങ്ങനെ മണത്ത് നോക്കും. അതൊക്കെ വാങ്ങിച്ചിരുന്നത് അവിടെ നിന്നാണെന്ന് ഓർമ്മയുണ്ട്. അവിടെ ഇങ്ങനെ ഈ ജാറിൽ ഇങ്ങനെ ജീരകമിഠായിയും ഈ പോപ്പിൻസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും. ഈ മഴവില്ലിൻ്റെ കളറിലുള്ള ഒരു കോലുമിഠായി ഉണ്ട്. അതൊക്കെ ഞാൻ ആദ്യമായിട്ട് കഴിച്ചിരിക്കുന്നത് അവിടെ നിന്ന് വാങ്ങിയിട്ടാണ്. സായിവിൻ്റെ കടയുടെ ഓപ്പോസിറ്റിലാണ് ഈ സൈക്കിള് വാടകയ്ക്ക് കൊടുക്കുന്നൊരു കടയുണ്ടായിരുന്നു. അവിടെയാണ് എൻ്റെ 4ാം ക്ലാസ്സിലെ ക്ലാസ്മേറ്റ് ആയിരുന്ന ഒരു യൂനസ് താമസിച്ചിരുന്നത്. ആ കുട്ടി എപ്പോഴും ഇങ്ങനെ കണ്ണ് ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അപ്പം ഞങ്ങൾ അവനെങ്ങനെ നോക്കും, ഇവന് എന്താ എപ്പോഴും ഇങ്ങനെ കണ്ണ് ഇങ്ങനെ ചിമ്മിക്കൊണ്ടിരിക്കണമെന്ന് തോന്നും. അപ്പൊ അവിടെ കുറേ സൈക്കിളുകൾ, അത് ചെറിയ സൈക്കിളുകൾ വാടകയ്ക്ക് കൊടുത്തിരുന്നു. അപ്പൊ അത് നമ്മൾ വാടകയ്ക്ക് എടുത്തിട്ടാണ് ചെറുപ്പത്തിൽ സൈക്കിൾ ചവിട്ടാനൊക്കെ പഠിച്ചിട്ടുള്ളത്. അന്ന് 40 പൈസയാണ് അരമണിക്കൂർ നേരത്തേക്ക് സൈക്കിൾ വാടകയ്ക്ക് എടുക്കാൻ. 1 മണിക്കൂർ നേരത്തേക്കാണെങ്കിൽ 80 പൈസ. പിന്നെ അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ അത് 50 പൈസയും 60 പൈസയും അരമണിക്കൂറിന്, അതിനനുസരിച്ച് 1 മണിക്കൂറിനും ഡബിളായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ ഒരു കാലത്ത് ഈ ഒരു സൈക്കിൾ വാടകയ്ക്ക് എടുക്കാന്ന് പറഞ്ഞാലാണ് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. ആരെങ്കിലുമൊക്കെ തരുന്ന പൈസകളൊക്കെ നമ്മളിങ്ങനെ ഒരു കാശ് കൊടുക്കയിൽ ഇട്ട് വെച്ചിട്ട് ഈ കാശ് അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന സമയത്ത്, അത് ശനിയാഴ്ച ദിവസമാണ് അമ്മയും അച്ഛനും ജോലിക്ക് പോയിട്ട് നമ്മൾ കുട്ടികൾ മാത്രമാവുന്ന ഒരു ദിവസം, അന്ന് ഈ കാശ് കൊടുക്കുന്ന ഈ പൈസയൊക്കെ എടുത്തിട്ട് സൈക്കിള് വാടകയ്ക്ക് എടുത്തിട്ട് ഓടിക്കാൻ പഠിക്കലും, അതിങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ടും അവിടെ മുഴുവൻ ഓടിച്ചു നടക്കല് ഒരു പ്രത്യേക സന്തോഷമുള്ള കാര്യം തന്നെയായിരുന്നു. ആ സൈക്കിൾ ഷോപ്പിനോട് ചേർന്നിട്ട് മറ്റൊരു ചെറിയ കടയും കൂടി ഉണ്ടായിരുന്നു. സ്റ്റേഷനറി കടയായിരുന്നു, എന്താണോന്ന് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പക്ഷെ അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ബബിൾഗം വാങ്ങി കഴിച്ചതെന്ന് ഓർമ്മയുണ്ട്. കുറച്ചും കൂടെ അതുമായിട്ട് ആ പരിസരമായി ബന്ധപ്പെട്ട ഓർമ്മകളൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരേ സീനുകൾ തന്നെ ഈ വീഡിയോയിൽ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിച്ച് കൂടുതലായി പറയണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തായാലും ഇവിടെ നിർത്തുകയാണ്.
നല്ലൊരു വീഡിയോ വേറെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കൂടുതൽ ഓർമ്മകളുമായിട്ട് വരാം. എന്തായാലും മറ്റു വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം.